ദി കൗൺസിൽ എന്ന ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് അജീഷ് മഹാദേവൻ. IPR-ലും ക്രിമിനൽ ലോയിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. നിയമപരമായ വസ്തുതകൾ ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നാം പലപ്പോഴും കേട്ടിട്ടുള്ളതും എന്നാൽ കൂടുതലായി അറിവില്ലാത്തതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അമിക്കസ് ക്യൂറി. കോടതിയുടെ സുഹൃത്ത് എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ നിയമപദമാണ് അമിക്കസ് ക്യൂറി. ഒരു തീരുമാനത്തെ സ്വാധീനിക്കാൻ വിവരങ്ങൾ, വൈദഗ്ധ്യം അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്നിവ നൽകി കോടതിയെ സഹായിക്കുന്ന ആളാണ് അമിക്കസ് ക്യൂറി. കോടതികൾ തർക്കസ്ഥലങ്ങൾ മാത്രമല്ല, ന്യായബോധമുള്ള സ്ഥാപനങ്ങളാണെന്നും കാണിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന നീതി നിർവഹണ സംവിധാനത്തിലെ ഏറ്റവും മനോഹരമായ ആശയങ്ങളിലൊന്നാണ് അമിക്കസ് ക്യൂറി. ഈ വാക്ക് തന്നെ അതിൻ്റെ അർത്ഥം തെളിവാക്കുന്നു. ഈ വ്യക്തി ഒരു കക്ഷിയുടെ സുഹൃത്തല്ല, വാദിയുടെ പിന്തുണക്കാരനല്ല, പ്രതിയുടെ പ്രതിരോധക്കാരനല്ല, മറിച്ച് നീതിയുടെ സുഹൃത്തും കോടതിയുടെ സുഹൃത്തുമാണ്. ഇന്ത്യയിൽ ഒരു അമിക്കസ് ക്യൂറിയുടെ നിയമനം ഒരു പ്രത്യേക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, 136, 142, 226 എന്നിവ പ്രകാരം ഭരണഘടനാ കോടതികളുടെ അന്തർലീനമായ അധികാരങ്ങൾ വഴിയാണ് നടത്തുന്നത്. സുപ്രീം കോടതി ഓഫ് ഇന്ത്യ ഹാൻഡ്സ് ബുക്കിൻ്റെ 5-ാം അധ്യായത്തിലും 2013 സുപ്രീം കോടതി നിയമങ്ങളുടെ ഓർഡർ 4-ലെയും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കോടതികൾ പലപ്പോഴും അവരെ സ്വമേധയാ അല്ലെങ്കിൽ അഭ്യർത്ഥന വഴി നിയമിക്കുന്നു. സ്വതന്ത്രമായ നിയമസഹായം ആവശ്യമാണെന്ന് കോടതിക്ക് തോന്നുന്ന ഒരു വിഷയത്തിൽ സഹായിക്കാൻ കോടതി നിയമിക്കുന്ന അഭിഭാഷകനെയാണ് അമിക്കസ് ക്യൂറി എന്നറിയപ്പെടുന്നത്. പ്രതിക്ക് അഭിഭാഷകനില്ലാത്ത ക്രിമിനൽ കേസുകൾ, പൊതു പ്രാധാന്യമുള്ള ഭരണഘടനാപരമായ കാര്യങ്ങൾ, പൊതു താൽപ്പര്യ ഹർജികൾ, വധശിക്ഷ കേസുകൾ, പാരിസ്ഥിതിക കാര്യങ്ങൾ, സങ്കീർണമായ നിയമതർക്കങ്ങൾ അല്ലെങ്കിൽ കോടതിക്ക് നിഷ്പക്ഷവും വിദഗ്ധവുമായ സഹായം ആവശ്യമുള്ളപ്പോഴൊക്കെ അമിക്കസ് ക്യൂറിയുടെ പ്രാധാന്യം കാണാവുന്നതാണ്. ഒരു അമിക്കസ് ക്യൂറി സാധാരണയായി ഒരു കക്ഷിയെ പ്രതിനിധീകരിക്കാത്ത ഒരു അഭിഭാഷകനാണെന്നും കോടതിയെ സഹായിക്കാൻ നിയമിക്കപ്പെടുന്നുവെന്നും സുപ്രീം കോടതി കുറിക്കുന്നു. ഒരു പ്രതി പ്രതിനിധീകരിക്കപ്പെടാത്തപ്പോഴോ സങ്കീർണമായ പൊതു താൽപ്പര്യ വ്യവഹാരത്തിലോ ആയിരിക്കുമ്പോൾ അത്തരം നിയമനങ്ങൾ സാധാരണമാണ്. ലളിതമായ പൊതുഭാഷയിൽ ഇത് വിശദീകരിക്കാൻ പ്രതി ദരിദ്രനോ ഉപേക്ഷിക്കപ്പെട്ടവനോ അഭിഭാഷകനെ നിയമിക്കാൻ കഴിവില്ലാത്തവനോ ആയ ഗുരുതരമായ ഒരു ക്രിമിനൽ വിചാരണയെ സങ്കല്പിക്കുക. ശരിയായ നിയമപരമായ പ്രതിരോധമില്ലാതെ ഒരു വ്യക്തിയെ ലളിതമായി മുന്നോട്ട് കൊണ്ടുപോകാനും ശിക്ഷിക്കാനും കോടതിക്ക് കഴിയില്ല. കാരണം നീതിന്യായമാണ് ആവശ്യപ്പെടുന്നത്, വേഗതയല്ല. അത്തരമൊരു സാഹചര്യത്തിൽ ജഡ്ജിക്ക് ഒരു അഭിഭാഷകനെ അമിക്കസ് ക്യൂറിയായി നിയമിക്കാം. ആ അഭിഭാഷകൻ പ്രതി നിയമിച്ച ഒരു സ്വകാര്യ അഭിഭാഷകനായി തീരുന്നില്ല. പകരം പ്രതിയുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ കോടതിയെ സഹായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറുന്നു. അതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു ഭരണഘടനാ വെല്ലുവിളിയിൽ അന്തിമവിധി ഏകപക്ഷീയമാകാതിരിക്കാൻ ഗവേഷണം, നിയമം, മുൻഗാമികൾ, സന്തുലിതമായ വാദങ്ങൾ എന്നിവയിൽ സ്വതന്ത്രമായി സഹായിക്കാൻ കോടതിക്ക് ഒരു മുതിർന്ന അഭിഭാഷകനെ നിയമിക്കാം. ആളുകൾ പലപ്പോഴും അമിക്കസ് ക്യൂറിയെ ഒരു സാധാരണ അഭിഭാഷകനുമായി താരതമ്യം ചെയ്തുകൊണ്ട് ആശയക്കുഴപ്പത്തിലാവുന്നു. എന്നാൽ ഇവർ തമ്മിൽ ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട്. ഒരു സാധാരണ അഭിഭാഷകൻ തൻ്റെ കക്ഷിയുടെ താൽപ്പര്യത്തെ പ്രതിനിധീകരിക്കുന്നു. നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ കക്ഷിയുടെ നിയമപരമായ സ്ഥാനം സംരക്ഷിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ കടമ. എന്നാൽ അമിക്കസ് ക്യൂറി ഒരു കക്ഷിയെയും പ്രതിനിധീകരിക്കുന്നില്ല. കോടതിയെ സത്യസന്ധമായും നിഷ്പക്ഷമായും സഹായിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന കടമ. അദ്ദേഹം നിഷ്പക്ഷനും വസ്തുനിഷ്ഠനും നിയമപരമായി നല്ലവനുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ആർക്കെങ്കിലും വേണ്ടി
ഒരു കേസ് ജയിക്കണം എന്നില്ല. ശരിയായ നിയമപരമായ നിഗമനത്തിലെത്താൻ അദ്ദേഹം ജഡ്ജിയെ സഹായിക്കണം. അതുകൊണ്ടാണ് കോടതികൾ ഈ റോളിനെ വളരെ ബഹുമാനത്തോടെ പരിഗണിക്കുന്നത്. ഇന്ത്യയിലെ അമിക്കസ് ക്യൂറിയുടെ നിയമപരമായ അടിസ്ഥാനം ഒരൊറ്റ നിയമത്തിൽ മാത്രമായി കാണപ്പെടുന്നില്ല. ജുഡീഷ്യൽ പ്രാക്ടീസ്, ഭരണഘടനാ തത്വങ്ങൾ, കോടതികളുടെ അന്തർലീനമായ അധികാരങ്ങൾ, നടപടിക്രമ നിയമങ്ങൾ എന്നിവയിലൂടെയാണ് ഇത് നിലനിൽക്കുന്നത്. സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും ഭരണഘടനാ ആർട്ടിക്കിൾ 32, 226 എന്നിവയും ഭരണഘടനാ കോടതികളെ അന്തർലീനമായ അധികാരങ്ങളും അത്തരം നിയമങ്ങളെ പിന്തുണയ്ക്കുന്നു. ക്രിമിനൽ കാര്യങ്ങളിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21, അതായത് ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമോ ജീവനോ അപകടത്തിലാണെങ്കിൽ ന്യായമായ പ്രാതിനിധ്യം അനിവാര്യമാണ്. ആർട്ടിക്കിൾ 22(1) ഒരു ലീഗൽ പ്രാക്ടീഷണറുമായി കൂടിയാലോചിക്കാനും പ്രതിരോധിക്കാനുമുള്ള അവകാശം സംരക്ഷിക്കുന്നു. ഒരു അഭിഭാഷകൻ ഇല്ലെന്നതോ പ്രതി ദരിദ്രനാണെന്നതോ മാത്രം കണക്കാക്കി നീതി ത്യജിക്കാൻ കഴിയില്ലെന്ന് കോടതികൾ ആവർത്തിച്ച് വിധിച്ചിട്ടുണ്ട്. ഒരു പ്രശസ്തമായ ഉദാഹരണമാണ് എം സുക്കൂർ അലി വേഴ്സസ് അസം സ്റ്റേറ്റ് എന്ന കേസ്. അവിടെ ഒരു പ്രതി തൻ്റെ അഭിഭാഷകൻ ഹാജരായില്ല എന്നതുകൊണ്ട് മാത്രം കഷ്ടപ്പെടേണ്ടതില്ലെന്ന് സുപ്രീം കോടതി ഊന്നിപ്പറഞ്ഞു. ശരിയായ പ്രതിരോധമില്ലാതെ അത്തരമൊരു വിഷയം തീരുമാനിക്കുന്നത് ഭരണഘടനാപരമായ നീതി ലംഘിക്കുമെന്നും അതിനാൽ അമിക്കസ് ക്യൂറിയുടെ നിയമനം ആവശ്യമാണെന്നും കോടതി ഊന്നിപ്പറഞ്ഞു. അതുപോലെ ജീവപര്യന്തം തടവോ വധശിക്ഷയോ നൽകാനുള്ള സാധ്യത ഉൾപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ അനോഖിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് കേസിൽ സുപ്രീം കോടതി ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അത്തരം ഗുരുതരമായ ക്രിമിനൽ കാര്യങ്ങളിൽ അമിക്കസ് നിയമനത്തിന് ഗണ്യമായ പരിചയമുള്ള അഭിഭാഷകരെ സാധാരണയായി കുറഞ്ഞത് 10 വർഷത്തെ പ്രാക്ടീസ് ഉള്ളവരെ പരിഗണിക്കണമെന്നും ഹൈക്കോടതികൾക്ക് മുമ്പുള്ള വധശിക്ഷ സ്ഥിരീകരണ കാര്യങ്ങളിൽ മുതിർന്ന അഭിഭാഷകരെ ആദ്യം പരിഗണിക്കണമെന്നും അതിൽ പറയുന്നു. ഒരു അമിക്കസ് ക്യൂറിയാകാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യതകളും നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അമിക്കസ് എക്സാമിനേഷൻ എന്ന പേരിൽ പ്രത്യേക പരീക്ഷയില്ല. പ്രത്യേക സർക്കാർ തസ്തികയും സ്ഥിരമായ പദവിയുമില്ല. സർക്കാർ തസ്തിക പോലെ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ഇല്ലെങ്കിലും ചില പ്രായോഗിക മാനദണ്ഡങ്ങൾ നിലവിലുണ്ട്. ആദ്യം ആ വ്യക്തി 1961 അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരം സ്റ്റേറ്റ് ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്ത് യോഗ്യതയുള്ള അഭിഭാഷകനായിരിക്കണം. എൻറോൾ ചെയ്ത അഭിഭാഷകനില്ലാതെ സാധാരണ ജുഡീഷ്യൽ നടപടികളിൽ ഒരാളെ അമിക്കസ് ക്യൂറിയായി നിയമിക്കാൻ കഴിയില്ല. രണ്ടാമതായി, പ്രൊഫഷണൽ പ്രശസ്തി വളരെ പ്രധാനമാണ്. സത്യസന്ധത, അച്ചടക്കം, നിയമപരിജ്ഞാനം, കോടതി പെരുമാറ്റം എന്നിവയ്ക്ക് പേരുകേട്ട അഭിഭാഷകരെയാണ് ജഡ്ജിമാർ ഇഷ്ടപ്പെടുന്നത്. മൂന്നാമതായി, അനുഭവം പ്രധാനമാണ്. സാധാരണ കാര്യങ്ങളിൽ യോഗ്യതയുള്ള അഭിഭാഷകനെ നിയമിക്കാം. എന്നാൽ ജീവപര്യന്തം തടവോ വധശിക്ഷയോ ഉൾപ്പെടുന്ന ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ഹൈക്കോടതി ഡെത്ത് റഫറൻസ് കേസുകളിൽ മുതിർന്ന അഭിഭാഷകരെ ആദ്യം പരിഗണിക്കണം. കേസിൻ്റെ ഗൗരവം പ്രതീക്ഷിക്കുന്ന യോഗ്യതയുടെ നിലവാരം നിർണ്ണയിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. നാലാമതായി, വിഷയവൈദഗ്ധ്യം പ്രധാനമാണ്. പരിസ്ഥിതി വ്യവഹാരങ്ങളിൽ പരിസ്ഥിതി നിയമത്തിൽ പരിചയമുള്ള ഒരു അഭിഭാഷകനാണ് മുൻഗണന നൽകുന്നത്. ഭരണഘടനാപരമായ കാര്യങ്ങളിൽ ഭരണഘടനാ നിയമശാസ്ത്രത്തിൽ ശക്തനായ ഒരാളെ തിരഞ്ഞെടുക്കാം. ചിലപ്പോൾ വിരമിച്ച ജഡ്ജിമാർ, നിയമപണ്ഡിതർ, മുതിർന്ന പ്രൊഫസർമാർ അല്ലെങ്കിൽ ഡൊമൈൻ വിദഗ്ധർ എന്നിവർ അമിക്കസ് പോലുള്ള റോളുകളിൽ കോടതിയെ സഹായിച്ചേക്കാം. എന്നാൽ അമിക്കസ് ക്യൂറിയായി ഔപചാരിക കോടതി മുറിയിലെ നിയമനം സാധാരണയായി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർക്കാണ് നൽകുന്നത്. പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ വ്യത്യാസം പ്രധാനമാണ്. ചിലപ്പോൾ നിയമനം നിയമസഹായ പാനലിൽ നിന്നായിരിക്കും. ചിലപ്പോൾ കോടതി നേരിട്ട് ഒരു മുതിർന്ന അഭിഭാഷകനോട് അഭ്യർത്ഥിക്കുന്നു. എന്നിരുന്നാലും സ്വീകാര്യത എല്ലായ്പ്പോഴും കോടതിയുടെ വിവേചന അധികാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അമിക്കസ് ബ്രീഫ് മറ്റൊരു പ്രധാന ആശയമാണ്. കേസിൻ്റെ നേരിട്ടുള്ള കക്ഷി ഇല്ലെങ്കിലും പ്രസക്തമായ നിയമപരമോ ഭരണഘടനാപരമോ സാമൂഹികമോ സാങ്കേതികമോ നയപരമോ ആയ
കാഴ്ചപ്പാടുകളിൽ കോടതിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ സംഘടനയോ നൽകുന്ന രേഖാമൂലമുള്ള സമർപ്പണമാണിത്. ഉദാഹരണത്തിന്, ഒരു പരിസ്ഥിതി വിഷയത്തിൽ ഒരു NGO ശാസ്ത്രീയ വിവരങ്ങൾ നൽകിയേക്കാം. ഒരു ഭരണഘടനാ വെല്ലുവിളിയിൽ ഒരു നിയമപണ്ഡിതൻ താരതമ്യേന ഭരണഘടനാ വിശകലനം നൽകിയേക്കാം. ഒരു ബാലാവകാശ വിഷയത്തിൽ ഒരു ശിശുക്ഷേമ സമിതി അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ സഹായിച്ചേക്കാം. ഈ വൈകാരിക അഭിപ്രായങ്ങളല്ല, അവ ഗൗരവമേറിയ നിയമപരമായ സംഭാവനകളായിരിക്കണം. ഇപ്പോൾ ഇന്ത്യയിലെ അമിക്കസ് ക്യൂറി നിയമങ്ങളുടെ ചില പ്രശസ്തമായ ഉദാഹരണങ്ങൾ നോക്കാം. വിഷയം ഭരണഘടനാപരവും ചരിത്രപരവും ദേശീയവുമായ പ്രാധാന്യമുള്ളതിനാൽ കോടതിയെ സഹായിക്കാൻ സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകരെ നിയമിച്ച അയോധ്യ ഭൂമി തർക്കമായിരുന്നു ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഉദാഹരണങ്ങളിലൊന്ന്. മറ്റൊരു പ്രധാന ഉദാഹരണം സുപ്രീം കോടതിക്ക് മുമ്പിലുള്ള പാരിസ്ഥിതിക കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് വനം സംരക്ഷണം, മലിനീകരണ നിയന്ത്രണ കേസുകൾ ദീർഘകാലത്തിലെ ബെഞ്ചിലേക്ക് തുടർച്ചയായി സഹായിക്കാൻ മുതിർന്ന അഭിഭാഷകരെ നിയമിച്ചു. ഡൽഹിയിലെ മലിനീകരണ വിഷയങ്ങൾ, ജയിൽ പരിഷ്കരണ കേസുകൾ, കസ്റ്റഡി നീതി എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ എന്നിവയിൽ അമിക്കസ് സഹായം ജുഡീഷ്യൽ പ്രക്രിയയുടെ കേന്ദ്രമായി മാറി. നിർഭയ കേസിലും നിരവധി വധശിക്ഷ സ്ഥിരീകരണ കാര്യങ്ങളിലും വൈകാരികമായ സാഹചര്യങ്ങളിൽ പോലും പ്രതിക്ക് ന്യായമായ നിയമപരമായ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കോടതികൾ അമിക്കസ് നിയമനങ്ങളെ വളരെയധികം ആശ്രയിച്ചു. പ്രതികൾ ദരിദ്രരോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആയ നിരവധി ക്രിമിനൽ അപ്പീലുകളിൽ നിയമപരമായ പ്രതിരോധമില്ലാതെ വിഷയം തീരുമാനിക്കാതിരിക്കാൻ സുപ്രീം കോടതിയും ഹൈക്കോടതികളും പ്രത്യേകമായി അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. കേരളത്തിലും ക്രിമിനൽ അപ്പീലുകൾ, ഹേബിയസ് കോർപ്പസ് കേസുകൾ, കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബ തർക്കങ്ങൾ, ജയിൽ അവകാശ പ്രശ്നങ്ങൾ, ഭരണഘടനാപരമായ ചോദ്യങ്ങൾ എന്നിവയിൽ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ പതിവായി നിയമിച്ചിട്ടുണ്ട്. വിചാരണയിലുള്ള തടവുകാർ, മാനസിക രോഗികളായ തടവുകാർ, ദുരിതത്തിലായ സ്ത്രീകൾ എന്നിവരുൾപ്പെടെയുള്ള പല കേസുകളിലും സാങ്കേതിക നടപടിക്രമങ്ങൾക്കപ്പുറം നീതി എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കാൻ കേരള ഹൈക്കോടതി അമിക്കസ് സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. ഡെത്ത് റഫറൻസ് വിഷയങ്ങളിലും ഗുരുതരമായ ക്രിമിനൽ ശിക്ഷ ഉൾപ്പെടുന്ന അപ്പീലുകളിലും പ്രാതിനിധ്യം ഇല്ലാതായിരിക്കുകയോ അപര്യാപ്തമാവുകയോ ചെയ്താൽ ഹൈക്കോടതി പലപ്പോഴും പരിചയസമ്പന്നരായ ക്രിമിനൽ അഭിഭാഷകരെ അമിക്കസ് ആയി നിയമിച്ചിട്ടുണ്ട്. അമിക്കസ് ക്യൂറിയുടെ ചുമതലകൾ വളരെ പ്രധാനമാണ്. ഒന്നാമതായി, കേസ് സമഗ്രമായി പഠിക്കുക എന്നതാണ്. കടമ, വാദങ്ങൾ, തെളിവുകൾ, ചട്ടങ്ങൾ, വിധികൾ, മുൻഗാമികൾ, ഭരണഘടനാ തത്വങ്ങൾ എന്നിവ അമിക്കസ് വായിക്കണം. വെറും സാധാരണഗതിയിൽ കോടതിയിൽ ഹാജരാകാനും സംസാരിക്കാനും മാത്രം ഒരു അമിക്കസ് ക്യൂറി തയ്യാറായാൽ പോരാ. സ്വതന്ത്ര സഹായത്തിനായി കോടതി അദ്ദേഹത്തെ ആശ്രയിക്കുന്നതിനാൽ അദ്ദേഹം സാധാരണ അഭിഭാഷകനേക്കാൾ കൂടുതൽ തയ്യാറായിരിക്കണം. രണ്ടാമതായി, അദ്ദേഹം നിഷ്പക്ഷമായി നിയമം അവതരിപ്പിക്കണം. ഒരു വശത്തിന് പ്രതികൂലമായ വിധിന്യായങ്ങൾ അദ്ദേഹം അടിച്ചമർത്തരുത്. അദ്ദേഹം മുഴുവൻ നിയമപരമായ സ്ഥാനവും കോടതിക്ക് മുന്നിൽ വയ്ക്കണം. മൂന്നാമതായി, ഒരു കക്ഷിക്ക് പ്രാതിനിധ്യമില്ലെങ്കിൽ നിയമപരമായ പ്രതിരോധം ശരിയായി പുരോഗമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പാക്കണം. നാലാമതായി, ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ, പ്രത്യേകിച്ച് ക്രിമിനൽ മനുഷ്യാവകാശ വിഷയങ്ങളിൽ അദ്ദേഹം സഹായിക്കണം. അഞ്ചാമതായി, പൊതു താൽപ്പര്യ ഹർജികളും നിയമപരമായ കേസുകളിലും കോടതി നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാൻ അദ്ദേഹം സഹായിക്കേണ്ടതുണ്ട്. ആറാമതായി, റിപ്പോർട്ടുകൾ, സ്റ്റാറ്റസ് അവലോകനങ്ങൾ, പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്നിവയിലൂടെ വസ്തുതാ പരിശോധനയ്ക്ക് സഹായിക്കണം. ഏഴാമതായി, അന്തസ്സും നിഷ്പക്ഷതയും പ്രൊഫഷണൽ ധാർമ്മികതയും ഉടനീളം നിലനിർത്തണം. അമിക്കസ് ക്യൂറിയുടെ ഏറ്റവും ആദരണീയമായ സവിശേഷതകളിലൊന്നാണ് നിഷ്പക്ഷത. അദ്ദേഹം ഒരിക്കലും ഒരു വശത്തും വൈകാരികമായി പറ്റി നിൽക്കരുത്. മാധ്യമങ്ങളെ ആകർഷിക്കാനോ സർക്കാരിനെ പ്രീതിപ്പെടുത്താനോ പൊതുജനാഭിപ്രായം തൃപ്തിപ്പെടുത്താനോ അല്ല അദ്ദേഹം ഇവിടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത നീതിയോടെ ഉള്ളതാണ്. ഈ നിഷ്പക്ഷത ജുഡീഷ്യൽ പ്രക്രിയയ്ക്ക് വിശ്വാസ്യത നൽകുന്നു. ചിലപ്പോൾ ജഡ്ജിമാർ തന്നെ പറയും, നമുക്ക് ഒരു സ്വതന്ത്ര മനസ്സിൽ നിന്ന് സഹായം ആവശ്യമാണ്. ആ സ്വതന്ത്ര മനസ്സ് അമിക്കസ് ക്യൂറിയാണ്. പല പൊതുതാൽപ്പര്യ വ്യവഹാരങ്ങളിലും, പ്രത്യേകിച്ച്
പാരിസ്ഥിതിക കേസുകൾ, ജയിൽ പരിഷ്കരണ കേസുകൾ, ബാലാവകാശ കേസുകൾ, വനിതാ സുരക്ഷാ കാര്യങ്ങൾ, ഭരണഘടനമായ ഭരണപ്രശ്നങ്ങൾ എന്നിവയിൽ അമിക്കസ് ക്യൂറി വർഷങ്ങളോളം തുടർച്ചയായ പങ്ക് വഹിക്കുന്നു. ഉദാഹരണത്തിന് മലിനീകരണ വിഷയങ്ങൾ, ജയിൽ സാഹചര്യങ്ങൾ, വനസംരക്ഷണം, സ്ഥാപന പരിഷ്കരണം എന്നിവയിലെ കോടതികൾ പലപ്പോഴും അമിക്കസ് സഹായത്തെ വളരെയധികം ആശ്രയിച്ചിട്ടുണ്ട്. നിയമസിദ്ധാന്തവും പ്രായോഗിക നീതിയും തമ്മിലുള്ള പാലമായി അമിക്കസ് മാറുന്നു. ചിലപ്പോൾ കോടതി അത്തരം സേവനത്തിനുള്ള അഭിനന്ദനം പോലും രേഖപ്പെടുത്തുന്നു. കാരണം അഭിഭാഷകൻ പ്രശസ്തിക്ക് വേണ്ടിയല്ല, മറിച്ച് സംവിധാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സാമ്പത്തിക വശങ്ങളും ഉണ്ട്. ചിലപ്പോൾ അമിക്കസ് ക്യൂറി സ്വമേധയാ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് പൊതു പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ മുതിർന്ന അഭിഭാഷകർ ചിലപ്പോൾ കോടതിക്ക് പ്രതിഫലം നൽകാൻ ഉത്തരവിടുന്നു. പ്രത്യേകിച്ച് നിയമസഹായത്തിനോ ദീർഘകാല സഹായത്തിനോ വേണ്ടി അഭിഭാഷകനെ നിയമിക്കുമ്പോൾ കോടതി നിയമങ്ങൾ, ലീഗൽ സർവീസസ് അതോറിറ്റികൾ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ജുഡീഷ്യൽ ഉത്തരവുകൾ എന്നിവ പ്രകാരം ഫീസ് നിശ്ചയിക്കാം. എന്നിരുന്നാലും പല ബഹുമാന്യരായ അഭിഭാഷകരും ശമ്പളത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഥാനം തന്നെ ഒരു ബഹുമാനമായും പ്രൊഫഷണൽ ഉത്തരവാദിത്തമായും കണക്കാക്കപ്പെടുന്നു. ഒരു അമിക്കസ് ക്യൂറി ആകുന്നതിൻ്റെ സവിശേഷതകൾ നിരവധിയാണ്. ജുഡീഷ്യറിയിൽ നിന്നുള്ള വിശ്വാസത്തിൻ്റെ അടയാളമാണിത്. ഇത് പ്രൊഫഷണൽ വിശ്വാസ്യതയെ പ്രതിഫലിപ്പിക്കുന്നു. സ്വകാര്യ കക്ഷി പരിശീലനത്തിനപ്പുറം നിയമത്തിൻ്റെ വികസനത്തിന് സംഭാവന നൽകാനുള്ള സവിശേഷമായ അവസരം ഈ അഭിഭാഷകന് നൽകുന്നു. ജഡ്ജിമാർ അവർ വിശ്വസിക്കുന്നവരെ മാത്രമേ നിയമിക്കൂ എന്നതിനാൽ ഇത് തൊഴിലിലെ അഭിഭാഷകൻ്റെ നിലയെ ശക്തിപ്പെടുത്തുന്നു. കേവലം വ്യവഹാരങ്ങൾക്കെതിരെ പോരാടുന്നതിന് പകരം നീതി രൂപപ്പെടുത്താൻ അഭിഭാഷകൻ സഹായിക്കുന്നതിനാൽ ഇത് ബൗദ്ധിക സംതൃപ്തിയും സൃഷ്ടിക്കുന്നു. നിരവധി സുപ്രധാന വിധികളിൽ ഒരു അമിക്കസ് ക്യൂറിയുടെ സംഭാവന ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്നു. എന്നിരുന്നാലും ഈ വേഷം വെല്ലുവിളികളും വഹിക്കുന്നു. അമിക്കസ് നിഷ്പക്ഷനായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഇരുവശത്തു നിന്നും വിമർശനം നേരിടേണ്ടി വന്നേക്കാം. അദ്ദേഹം മറ്റൊന്നിനെ അനുകൂലിക്കുന്നുവെന്ന് ഒരു കക്ഷി ചിന്തിച്ചേക്കാം. പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യബോധമില്ലാത്തതാകാം. രാഷ്ട്രീയമായി സെൻസിറ്റീവായ കാര്യങ്ങളിൽ നിഷ്പക്ഷത നിലനിർത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ജോലിഭാരം വളരെ വലുതും നഷ്ടപരിഹാരം വളരെ കുറവുമായിരിക്കാം. എന്നിട്ടും നീതിക്കായി കോടതി അമിക്കസിനെ ആശ്രയിക്കുന്നതിനാൽ ഉത്തരവാദിത്തം കനത്തതാണ്. പരിമിതികളും ഉണ്ട്. അമിക്കസ് ക്യൂറി ജഡ്ജിയല്ല. അദ്ദേഹം കേസ് തീരുമാനിക്കുന്നില്ല. അദ്ദേഹം പാർട്ടികളെ മാറ്റിസ്ഥാപിക്കുന്നില്ല. ഒരു മറഞ്ഞിരിക്കുന്ന കക്ഷിയാകാൻ അദ്ദേഹത്തിന് ആ സ്ഥാനം ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പങ്ക് ഉപദേശകവും സഹായകരവുമാണ്, ആധികാരികമല്ല. അന്തിമ തീരുമാനമെടുക്കൽ എല്ലായ്പ്പോഴും കോടതിയിലാണ്. അവൻ ആ അതിർത്തിക്കുള്ളിൽ തന്നെ തുടരണം. മറ്റൊരു പ്രധാന വ്യത്യാസം അമിക്കസ് ക്യൂറിയും ഇൻ്റർവെനറും തമ്മിലുള്ളതാണ്. ഒരു ഇടനിലക്കാരന് സാധാരണയായി കേസിൻ്റെ ഫലത്തിൽ നേരിട്ട് താൽപ്പര്യമുണ്ട്. വിധി അവനെ ബാധിച്ചേക്കാമെന്നതിനാൽ പങ്കെടുക്കാൻ അനുമതി തേടുന്നു. എന്നാൽ ഒരു അമിക്കസ് ക്യൂറിക്ക് ഫലത്തിൽ വ്യക്തിപരമായ പങ്കില്ല. അദ്ദേഹത്തിൻ്റെ ആശങ്ക നിയമപരമായ കൃത്യതയും നീതിയും ആണ്, സ്വകാര്യ നേട്ടമല്ല. ഈ വ്യത്യാസം നിർണായകവും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമാണ്. പൊതുജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഇതാണ്. നീതി ഒരു ആശുപത്രിയാണെങ്കിൽ ജഡ്ജി ചികിത്സ തീരുമാനിക്കുന്ന ചീഫ് ഡോക്ടറാണ്. കക്ഷികൾ രോഗിയും എതിർപക്ഷവുമാണ്. കൂടാതെ അമിക്കസ് ക്യൂറി സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടൻ്റാണ്. വിഷയം വളരെ ഗൗരവമേറിയതും സങ്കീർണവുമല്ലെങ്കിൽ വിദഗ്ധ നിഷ്പക്ഷ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര സെൻസിറ്റീവും ആയിരിക്കുമ്പോൾ സഹായം തേടേണ്ടി വരുന്നു. ആളുകൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗിക ചോദ്യങ്ങളിലൊന്ന് ഒരു അമിക്കസ് ക്യൂറിയെ മാറ്റാനോ മാറ്റിസ്ഥാപിക്കാനോ ന്യായബോധം, കഴിവ് അല്ലെങ്കിൽ നിഷ്പക്ഷത എന്നിവയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ മറ്റൊരു അമിക്കസ് ക്യൂറിയെ നിയമിക്കാനോ കഴിയുമോ എന്നതാണ്. ഉത്തരം അതെ എന്നാണ്. നിയമം നടത്തുന്നത് കോടതിയാണെന്നതിനാൽ നീതി ആവശ്യപ്പെടുമ്പോഴെല്ലാം ഒരു അമിക്കസിനെ നീക്കം ചെയ്യാനോ മാറ്റിസ്ഥാപിക്കാനോ നിയമിക്കാനോ കോടതിക്ക് പൂർണ്ണ അധികാരമുണ്ട്. അമിക്കസ് പക്ഷപാതത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും വസ്തുതകൾ മറച്ചു വയ്ക്കുന്നതെന്നും
ഒരു വശത്ത് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്നും അല്ലെങ്കിൽ ചുമതലകൾ ശരിയായി നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്നും ഒരു കക്ഷിക്ക് ആത്മാർത്ഥമായി തോന്നുന്നുവെങ്കിൽ ശരിയായ നിയമപരമായ നടപടികളിലൂടെ ആ ആശങ്ക കോടതിയെ അറിയിക്കാം. എന്നിരുന്നാലും കേവലം അസംതൃപ്തി മാത്രം പോരാ, നീതിയെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നമുണ്ടോ എന്ന് കോടതി പരിശോധിക്കും. ചിലപ്പോൾ ആദ്യത്തെ അമിക്കസിനെ തന്നെ നീക്കം ചെയ്യുന്നതിന് പകരം സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ കോടതി രണ്ടാമത്തെ അമിക്കസിനെയോ മുതിർന്ന സഹായ അമിക്കസിനെയോ നിയമിക്കാം. ഭരണഘടനാപരമായ കേസുകൾ, വധശിക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ, ഒന്നിലധികം കാഴ്ചപ്പാടുകൾ ആവശ്യമുള്ള വളരെ സെൻസിറ്റീവ് പൊതുതാൽപര്യ കേസുകൾ എന്നിവയിൽ ഇത് പ്രത്യേകിച്ചും സംഭവിക്കുന്നു. ആദ്യത്തെ അമിക്കസിനെ അപമാനിക്കുകയല്ല, മറിച്ച് നീതിന്യായ പ്രക്രിയയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഭരണഘടനാ പ്രതിസന്ധികൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, പാരിസ്ഥിതിക ദുരന്തങ്ങൾ, ക്രിമിനൽ അപ്പീലുകൾ, ജയിൽ നീതി, വധശിക്ഷ എന്നിവ കൈകാര്യം ചെയ്യുന്ന ആധുനിക ഇന്ത്യയിൽ അമിക്കസ് ക്യൂറിയുടെ പങ്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. കോടതികൾ സ്വകാര്യ തർക്കങ്ങൾ തീരുമാനിക്കുക മാത്രമല്ല, പലപ്പോഴും ജനാധിപത്യത്തെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അത്തരം സാഹചര്യങ്ങളിൽ വിശ്വസനീയമായ നിഷ്പക്ഷമായ നിയമ മനസ്സ് അനിവാര്യമായി തീരുന്നു. മറ്റൊരു ഗുരുതരമായ പ്രശ്നം, ഒരു അമിക്കസ് ക്യൂറി തെറ്റായ റിപ്പോർട്ട് നൽകുകയോ പ്രധാനപ്പെട്ട വസ്തുതകൾ അടിച്ചമർത്തുകയോ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയോ മനഃപൂർവ്വം സത്യസന്ധതയില്ലാത്ത പ്രവർത്തിക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു അമിക്കസ് ക്യൂറി കോടതിയെ സഹായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായതിനാൽ അത്തരം പ്രവൃത്തികൾ വളരെ ഗൗരവമായി പരിഗണിക്കുന്നു. തെറ്റായ റിപ്പോർട്ട് സമർപ്പിക്കലുകൾ മനഃപൂർവ്വം നടത്തുകയാണെങ്കിൽ കോടതിക്ക് പ്രതികൂല പരാമർശങ്ങൾ രേഖപ്പെടുത്താം. അഭിഭാഷകനെ റോളിൽ നിന്നും നീക്കം ചെയ്യാം. ഭാവിയിലെ നിയമനങ്ങൾ നിരസിക്കാം. അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കാം. അല്ലെങ്കിൽ പ്രൊഫഷണലുകൾ അച്ചടക്ക നടപടിക്കായി വിഷയം ബാർ കൗൺസിലിലേക്ക് റഫർ ചെയ്യാം. കോടതിയോടുള്ള അഭിഭാഷകൻ്റെ കടമ അയാളുടെ വ്യക്തിപരമായ താൽപ്പര്യത്തെക്കാൾ വലുതാണ്. ഒരു അമിക്കസ് അറിഞ്ഞുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ അത് പ്രൊഫഷണൽ ദുരാചാരം മാത്രമല്ല, നീതിന്യായ സംവിധാനത്തിന് നേരെയുള്ള ആക്രമണമായി മാറുന്നു. കോടതികൾ വിശ്വാസത്തെ ആശ്രയിക്കുന്നു. ഒരിക്കൽ ആ വിശ്വാസം തകർന്നാൽ അനന്തരഫലങ്ങൾ കഠിനമായിരിക്കും. ഗുരുതരമായ സാഹചര്യങ്ങളിൽ തെറ്റായ റിപ്പോർട്ട് ഒരു വിധിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നീതി തെറ്റുന്നത് തടയാൻ വിഷയം വീണ്ടും തുറക്കുകയോ അവലോകനം ചെയ്യുകയോ ചെയ്യാം. ബാങ്ക് വായ്പകൾ, കുടുംബ സ്വത്ത് കടങ്ങൾ, സിവിൽ സാമ്പത്തിക തർക്കങ്ങൾ തുടങ്ങിയ സ്വകാര്യ ബാധ്യതകൾ തീർപ്പാക്കാനോ കടങ്ങൾ തീർക്കാനോ ഒരു അമിക്കസ് ക്യൂറിക്ക് അധികാരമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു. നേരിട്ട് അധികാരമില്ല എന്നതാണ് ഉത്തരം. ഒരു അമിക്കസ് ക്യൂറി ഒരു ഡെറ്റ് സെറ്റിൽമെൻറ്റ് ഓഫീസറോ ബാങ്ക് അതോറിറ്റിയോ സാമ്പത്തിക വിധികർത്താവോ അല്ല. എന്നിരുന്നാലും പാപ്പരത്ത കാര്യങ്ങൾ, കമ്പനി നിയമതർക്കങ്ങൾ, പാപ്പരത്ത നടപടികൾ, പൊതു ഫണ്ടുകൾ ഉൾപ്പെടുന്ന പൊതു താൽപ്പര്യ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ എന്നിവയിൽ നിയമപരമായ വ്യക്തതയ്ക്കായി സഹായിക്കാൻ കോടതിക്ക് ഒരു അമിക്കസിനെ നിയമിക്കാം. ഉദാഹരണത്തിന്, പൊതുപണം ഉൾപ്പെടുന്ന ഒരു വലിയ കുംഭകോണം ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഉണ്ടെങ്കിൽ നിയമപരവും നടപടിക്രമവുമായ വശങ്ങൾ മനസ്സിലാക്കാൻ ഒരു അമിക്കസ് കോടതിയെ സഹായിച്ചേക്കാം. എന്നാൽ അമിക്കസ് തന്നെ വായ്പകൾ എഴുതിത്തള്ളുകയോ കടങ്ങൾ തീർക്കുകയോ ഒത്തുതീർപ്പിന് ഉത്തരവിടുകയോ ചെയ്യുന്നില്ല. അന്തിമ ഉത്തരവുകൾ കോടതിയുടെയോ യോഗ്യതയുള്ള അധികാരികളുടെയോ പക്കലാണ്. അതിനാൽ സാമ്പത്തിക ബാധ്യതകൾ വ്യക്തിപരമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ ആളുകൾ ഈ സ്ഥാനത്തെ തെറ്റിദ്ധരിക്കരുത്. മറ്റൊരു രസകരമായ ചോദ്യം, ഒരു അമിക്കസ് ക്യൂറിക്ക് അപ്പോയിൻമെൻറ്റ് നിരസിക്കാൻ കഴിയുമോ എന്നതാണ്. അതെ, താൽപ്പര്യ വൈരുദ്ധ്യം, ആരോഗ്യ പ്രശ്നങ്ങൾ, കക്ഷികളൊരാളുമായുള്ള മുൻ പ്രൊഫഷണൽ ഇടപഴകൽ, വിഷയ വൈദഗ്ധ്യത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ ചുമതല ശരിയായി നിർവഹിക്കാനുള്ള പ്രായോഗിക കഴിവില്ലായ്മ എന്നിവ പോലുള്ള യഥാർത്ഥ കാരണങ്ങളുണ്ടെങ്കിൽ സാങ്കേതികമായി ഒരു അഭിഭാഷകന് ഇളവ് അഭ്യർത്ഥിക്കാം. ഈ റോളിന് നിഷ്പക്ഷത ആവശ്യമുള്ളതിനാൽ അഭിഭാഷകൻ ഇതിനകം ഒരു വശത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് സ്വീകരിക്കുന്നത് അനുചിതമായിരിക്കും. കോടതികൾ സാധാരണയായി യഥാർത്ഥ പ്രൊഫഷണൽ കാരണങ്ങളെ മാനിക്കുന്നു. പക്ഷേ നിയമനം ഒരു ബഹുമതിയായും നീതിക്ക് വേണ്ടിയുള്ള കടമയായും കണക്കാക്കപ്പെടുന്നതിനാൽ ശരിയായ കാരണമില്ലാതെ നിരസിക്കുന്നത് അനുകൂലമായി കാണാനിടയില്ല.
ഒരു അമിക്കസ് ക്യൂറിക്ക് സാക്ഷികളെ പരിശോധിക്കാനോ ക്രിമിനൽ വിചാരണകളിൽ ക്രോസ് എക്സാമിനേഷൻ നടത്താനോ കഴിയുമോ? ഉചിതമായ സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ചും പ്രതിക്ക് അഭിഭാഷകനില്ലാത്തതും അമിക്കസ് പ്രതിരോധത്തെ ഫലപ്രദമായി സഹായിക്കുന്നതുമെങ്കിൽ ക്രോസ് എക്സാമിനേഷൻ, നിയമപരമായ വാദങ്ങൾ, തെളിവുകളുടെ സമർപ്പിക്കലുകൾ എന്നിവ ഉൾപ്പെടെ സജീവ പങ്കാളിത്തം കോടതിക്ക് അനുവദിക്കാം. ഒരു അമിക്കസ് ക്യൂറിക്ക് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കഴിയുമോ? സാധാരണയായി ഇല്ല. അദ്ദേഹം കേസിൽ കക്ഷിയല്ലാത്തതിനാൽ ഒരു കക്ഷിയെപ്പോലെ അപ്പീൽ നൽകാനുള്ള അവകാശം അദ്ദേഹത്തിന് സ്വതന്ത്രമായി ഇല്ല. അമിക്കസ് ക്യൂറിയും ലീഗൽ എക്സ് കൗൺസിലും ഒന്ന് തന്നെയാണോ എന്നും ആളുകൾ ചോദിക്കുന്നു. അവ പരസ്പര ബന്ധിതമാണെങ്കിലും സമാനമല്ല. സാധാരണയായി ലീഗൽ സർവീസസ് അതോറിറ്റി വഴി ഒരു അഭിഭാഷകനെ താങ്ങാൻ കഴിയാത്തൊരു വ്യക്തിക്ക് പ്രാതിനിധ്യം നൽകുന്നതിനാണ് പ്രാഥമികമായി ഒരു ലീഗൽ എക്സ് കൗൺസിലറെ നിയമിക്കുന്നത്. എന്നാൽ കോടതിയെ സഹായിക്കാനാണ് അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്നത്. ചിലപ്പോൾ ഒരേ അഭിഭാഷകൻ 2 പ്രായോഗിക പ്രവർത്തനങ്ങളും നിർവഹിച്ചേക്കാം. പക്ഷേ നിയമപരമായ ആശയങ്ങൾ വ്യത്യസ്തമാണ്. അമിക്കസ് ക്യൂറി ആകുന്നത് സ്വാധീനത്തെക്കുറിച്ചോ നെറ്റ്വർക്കിങ്ങിനെക്കുറിച്ചോ അല്ലെന്ന് യുവ അഭിഭാഷകർ മനസ്സിലാക്കണം. അത് വർഷങ്ങളായി വളർന്നു വരുന്ന പ്രശസ്തിയെക്കുറിച്ചാണ്. ജഡ്ജിമാരടക്കം സമയനിഷ്ഠ, സത്യസന്ധത, തയ്യാറെടുപ്പ്, സ്ഥാപനത്തോടുള്ള ബഹുമാനം എന്നിവ ശ്രദ്ധിക്കുന്നു. പല അഭിഭാഷകർക്കും അത്തരം നിയമനങ്ങൾ ലഭിക്കുന്നത് അവർ ആവശ്യപ്പെടുന്നതിനാലല്ല, മറിച്ച് അവരുടെ പ്രൊഫഷണൽ പെരുമാറ്റം നിശബ്ദമായി ജുഡീഷ്യൽ വിശ്വാസം നേടുന്നതിലാണ്. പൊതുജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുമായി ആവശ്യമാണ്: ഞാൻ അമിക്കസ് ക്യൂറിയാണ്, എനിക്ക് പണം തരൂ, നിങ്ങളുടെ കോടതി വിഷയം ഞാൻ പരിഹരിക്കാം എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ ഒരു സ്വകാര്യ വ്യക്തിക്കും കഴിയില്ല. അത് വ്യാജവും അപകടകരവുമാണ്. ഒരു പ്രത്യേക കേസിൽ കോടതി നിയമത്തിലൂടെ മാത്രമേ അമിക്കസ് ക്യൂറി നിലനിൽക്കുകയുള്ളൂ. കോടതി ഉത്തരവുകൾക്ക് പുറത്ത് ആരെങ്കിലും പൊതു അധികാരം ആവശ്യപ്പെടുകയാണെങ്കിൽ ആളുകൾ ജാഗ്രത പാലിക്കണം. അതിനാൽ ആളുകൾ അമിക്കസ് ക്യൂറി എന്ന പദം കേൾക്കുമ്പോൾ അവൾ മറ്റൊരു അഭിഭാഷകനെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. കോടതി മുറിക്കുള്ളിൽ നീതിയുടെ രക്ഷാധികാരിയെക്കുറിച്ച് അവർ ചിന്തിക്കണം. നിയമം വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും മാത്രമല്ല, നീതി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും തുല്യ പ്രാധാന്യമുള്ള ആണെന്ന് അമിക്കസ് ക്യൂറിയുടെ പങ്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കോടതികൾ യുദ്ധക്കളങ്ങൾ മാത്രമല്ലെന്നും അവ നീതിയുടെ സ്ഥാപനങ്ങളാണെന്നും അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. പ്രശസ്ത കക്ഷികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം പൊതുജനങ്ങൾക്ക് അദൃശ്യനായിരിക്കാം. പക്ഷേ പലപ്പോഴും ഒരു വിധി നീതിയുക്തമാക്കാനുള്ള കാരണം അദ്ദേഹമാണ്. ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, കോടതിയുടെ മനസാക്ഷിക്ക് വേണ്ടിയാണ് അമിക്കസ് ക്യൂറി വാദിക്കുന്നത്. അതാണ് അമിക്കസ് ക്യൂറിയുടെ യഥാർത്ഥ സൗന്ദര്യം. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിന് ലഭിച്ച സപ്പോർട്ടിന് നന്ദി.